ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നൂഡിൽസാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് ഗോതമ്പ് പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ ലൈക്കും അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നിങ്ങൾക്ക് കുക്കിംഗ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനലിലെ കുക്കിംഗ് എന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് മറക്കണ്ട. അപ്പോൾ ഈ മാവ് ഇങ്ങനെ നല്ലതുപോലെ ഉരുട്ടി എടുക്കാൻ പറ്റുന്ന പാകത്തിന് വേണം നമ്മൾ റെഡിയാക്കി എടുക്കാനായിട്ട്. പിന്നെ ഇത്രയും സിമ്പിളായിട്ടുള്ള നൂഡിൽസിൻ്റെ റെസിപ്പി കണ്ടിട്ട് ആരും ട്രൈ ചെയ്യാതിരിക്കരുത്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ദാ നമ്മുടെ മാവ് ഇതുപോലെ ഉരുട്ടിയെടുക്കാനായിട്ട് പാകത്തിനായി കഴിയുമ്പോഴത്തേക്കും ഈ ഒരു മാവ് നമ്മുടെ സേവനാഴിയിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഒരു പാത്രം ചൂടാക്കാനായിട്ട് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഈ വെള്ളം നല്ലതുപോലെ ഒന്ന് തിളച്ച് മറിയുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ വീട്ടിൽ ഗോതമ്പ് വെച്ചിട്ടുള്ള സാധനങ്ങളൊന്നും കഴിക്കാനായിട്ട് ഇഷ്ടമില്ലാത്ത പിള്ളേരുണ്ടെങ്കിൽ അവർക്ക് ഈ സാധനം ഉണ്ടാക്കി കൊടുത്താൽ എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കത്തില്ല. അപ്പം നമ്മുടെ വെള്ളം ഇവിടെ നല്ലതുപോലെ ഇങ്ങനെ തിളച്ച് മറിയുന്നുണ്ട്. ഇനി നമ്മൾ സേവനാഴിയിൽ വെച്ചിരിക്കുന്ന ആ ഒരു മാവ് നമുക്ക് ഇങ്ങോട്ടേക്ക് പിഴിഞ്ഞു കൊടുക്കാം. മൊത്തം ഇതിനകത്ത് തന്നെ പിഴിഞ്ഞോളൂ. എന്നിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ ഇങ്ങനെ പത കണക്ക് ഇങ്ങനെ വരും ചെറുതായിട്ട്. അങ്ങനെ ഇത് കുറച്ച് നേരം കഴിഞ്ഞ് ഇളക്കി കഴിയുമ്പോഴത്തേക്കും വെന്ത് കഴിയും. എന്നിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം. ഇനി ഇതിൻ്റെ ഈ ചൂടൊന്ന് മാറാനായിട്ടൊന്ന് വെക്കാം. ഇനി നമുക്ക് നൂഡിൽസിന് വേണ്ട മസാല റെഡിയാക്കണ്ടേ? അതിനായിട്ട് വേറൊരു പാത്രം ചൂടാക്കാനായിട്ട് വെച്ചേക്ക്. ആ സമയം കൊണ്ട് ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറിക്കോളും. ഇനി ഇത് തണുത്ത വെള്ളത്തിൽ ഇട്ട് കൊടുക്കണം, എങ്കിലേ ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കത്തുള്ളൂ. എന്നിട്ടിത് കുറച്ച് കഴിയുമ്പോൾ ഊറ്റി വെക്കുക. അപ്പം നമ്മൾ മസാല റെഡിയാക്കാനായിട്ട് ഇവിടെ ഒരു പാത്രം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ടേക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ മുളകും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് ലോങ്ങിനൊക്കെ 1K ഇടിക്കാനായിട്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഒരു 500 കൂടുതൽ കിട്ടാനായിട്ട് വളരെ പാടാണ്. പക്ഷേ ഷോർട്സിന് അങ്ങനെയല്ല, ഷോർട്സിന് വേഗം തന്നെ വ്യൂസ് കയറുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എല്ലാ ലോങ് വീഡിയോസിനും ഒക്കെ നല്ല സപ്പോർട്ട് തരണം കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്തേച്ച് സവോള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ടാൽ മതി, കാരണം നമ്മൾ മറ്റേതിനകത്ത് ഉപ്പിട്ടായിരുന്നല്ലോ. അപ്പം രണ്ടിനകത്തും കൂടെ ഉപ്പിട്ട് കഴിഞ്ഞാൽ ഉപ്പ് കൂടാൻ പാടില്ല. അപ്പോൾ അതനുസരിച്ച് വേണം ഒന്ന് ഉപ്പിടാനായിട്ട്. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് തക്കാളിയും കൂടെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് 2 പൊടി ഐറ്റംസും കൂടെ ഇടാം. ആദ്യമായിട്ടിടുന്നത് മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ നമ്മൾ നൂഡിൽസിനുള്ള മസാലയല്ലേ ഉണ്ടാക്കുന്നത്, അപ്പം മസാലപ്പൊടി വേണ്ടേ? അതുകൊണ്ട് കുറച്ച് മസാലപ്പൊടിയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ കുറച്ച് നേരം ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച നൂഡിൽസ് കുറേശ്ശെ ഇതിനകത്തോട്ടേക്ക് ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി റെഡിയായി കഴിഞ്ഞാൽ നമ്മുടെ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. വേറൊരു വീഡിയോ ആയി കാണുന്നവരെയും ബൈ ബൈ.